ലോകത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ചോദ്യമാണ് എവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മൂഡ് വരുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ടെൻഷൻ, നമ്മുടെ ദേഷ്യം, നമ്മുടെ വെറുപ്പ്, നമ്മുടെ ഇഷ്ടം, നമ്മുടെ സന്തോഷം, നമ്മുടെ ആങ്സൈറ്റി, അങ്ങനെയുള്ള മൂഡുകളൊക്കെ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇത് ഒരുപാട് ആൻസറുകൾ പറയാവുന്ന ഒന്നാണെങ്കിലും കൃത്യമായ ഒരു ഉത്തരം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് കുറേയൊക്കെ ജീവിതത്തിൽ സമാധാനം കണ്ടെത്താനും മനസ്സമാധാനം കണ്ടെത്താനും കഴിയുന്നുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ മൂഡ് സത്യത്തിൽ എവിടുന്നും വരുന്നതല്ല. സത്യത്തിൽ അത് നമ്മുടെ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ചാണ്, നമ്മുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ്, നമ്മൾ കേട്ട കഥകൾക്കനുസരിച്ചാണ്. ഇപ്പൊ നമുക്ക് ദേഷ്യം വരുന്നു, ഒരാൾ നമ്മളോട് ചീത്ത പറയുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതി പെരുമാറുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നു പറഞ്ഞാൽ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്നറിയാതെ നമ്മൾ പെരുമാറേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇന്റർപ്രിട്ടേഷനാണ്. അതേ രീതിയിൽ മറ്റൊരാളോട് പെരുമാറാൻ അയാൾക്ക് ദേഷ്യം വരണമെന്നില്ല. അതുപോലെ എല്ലാം ഇനി അതല്ലെങ്കിൽ ഭയം ഭയം, പേടി എന്നൊക്കെ പറയുന്നത് നമ്മൾ ചെറുപ്പത്തിൽ കേട്ട കഥകളാണ്. കുറെ ഇല്ലാത്ത കഥകളും പ്രേത കഥകളും കേട്ടത് കൊണ്ടാണ് രാത്രി ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഉടനെ നമ്മൾ അതിനൊരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുകയാണ്, അയ്യോ അത് പ്രേതമാണെന്ന്. കാരണം കേട്ട കഥകളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂഡ് മുഴുവനും വരുന്നത്, നമ്മുടെ എല്ലാ ചിന്തകളും എല്ലാ വികാരങ്ങളും എല്ലാ ഇമോഷൻസും വരുന്നത് ഈ പറഞ്ഞ നമ്മുടെ ഇന്റർപ്രിട്ടേഷനാണ്, നമ്മുടെ ഒപ്പീനിയൻസ് ആണ്, നമ്മുടെ പാസ്റ്റ് തോട്ട്സ് ആണ് എന്നോർക്കുക. അതുകൊണ്ട് എല്ലാ മൂഡും എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നല്ല മൂഡാക്കണോ മോശം മൂഡാക്കണോ എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്.